കർത്താവിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അമ്മേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി കിട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോയെ നന്ദി, കർത്താവേ നന്ദി, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിനമാകുന്നു. ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിനമാകുന്നു. ഈ ദിവസം വലിയ ആനന്ദത്തിന്റെ ദിനമാകുന്നു. ഈ ദിവസം വലിയ ആനന്ദത്തിന്റെ ദിനമാകുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. സർവ്വസൃഷ്ട പ്രപഞ്ചങ്ങളോടും ചേർന്ന് ഞാൻ നിന്നെ ആരാധിക്കുന്നു. സകല സൃഷ്ടപ്രപഞ്ചങ്ങളോടും ചേർന്ന് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. സർവസൃഷ്ട പ്രപഞ്ചങ്ങളോടും ചേർന്ന് ഞാൻ നിന്നെ ആരാധിക്കുന്നു. സർവസൃഷ്ടപ്രപഞ്ചങ്ങളോടും ചേർന്ന് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ത്രിയേക ദൈവമേ, എന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ത്രിയേക ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവിനാൽ എന്നെ വഴി നടത്തണമേ. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നു. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. എന്റെ ജീവിതം വലിയൊരു അനുഗ്രഹമാകുന്നു. എന്റെ ജീവിതം വലിയൊരു അനുഗ്രഹമാകുന്നു. ജീവിതം വലിയൊരു അനുഗ്രഹമാകുന്നു.
എന്റെ ജീവിതം എന്റെ വലിയ ജീവിതം വലിയ അനുഗ്രഹമാകുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ മഹത്തായ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിനെ നന്ദി പറയുന്നു. സമൃദ്ധമായി സമൃദ്ധമായി നൽകുന്നതിന് നന്ദി നന്ദി പറയുന്നു. പറയുന്നു. യേശുവിന്റെ രക്തത്തിൽ യേശുവിന്റെ രക്തത്തിൽ ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ യേശുവിന്റെ യേശുവിന്റെ രക്തത്തിൽ രക്തത്തിൽ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ യേശുവിന്റെ യേശുവിന്റെ രക്തത്തിൽ രക്തത്തിൽ ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ മുദ്ര മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ചെയ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ യേശുവിന്റെ യേശുവിന്റെ രക്തത്തിൽ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. മുദ്ര മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ യേശുവിന്റെ രക്തത്തിൽ ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറച്ചതിനെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറച്ചതിന് നന്ദി പറയുന്നു. എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് എല്ലാ പാപങ്ങളും ക്ഷമിച്ച് എന്നെ വിശുദ്ധിയിൽ വളർത്തുന്നതിന് നന്ദി പറയുന്നു. വിശുദ്ധിയിൽ വളർത്തുന്നതിന് നന്ദി പറയുന്നു. യേശുവിന്റെ രക്തത്തിൽ യേശുവിന്റെ രക്തത്തിൽ ഞാൻ സുരക്ഷിതനാകുന്നു. ഞാൻ ഞാൻ സുരക്ഷിതനാകുന്നു. സുരക്ഷിതനാകുന്നു. ഞാൻ പരിപൂർണമായി വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ഞാൻ പരിപൂർണമായി വിടുതൽ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. പ്രാപിച്ചിരിക്കുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. ഞാൻ അനേകർക്ക് അനുഗ്രഹമാകുന്നു. ഞാൻ അനേകർക്ക് അനേകർക്ക് അനുഗ്രഹമാകുന്നു. അനുഗ്രഹമാകുന്നു. എന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ സമൃദ്ധമായി കടന്നു വരുന്നു. എന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം അനുഗ്രഹമായി സമൃദ്ധമായി കടന്നു കടന്നു വരുന്നു. വരുന്നു. എന്റെ ജീവിതം വഴി അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു. എന്റെ എന്റെ ജീവിതം ജീവിതം വഴി വഴി അനേകർ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെടുന്നു. ഓരോ ദിവസവും ഓരോ ദിവസവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മേഖലകളിലും കൂടുതൽ കൂടുതൽ എന്നെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നതിന് കൂടുതൽ കൂടുതൽ എന്നെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. ഓരോ ദിവസവും ഓരോ ദിവസവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമൃദ്ധി നൽകുന്നതിന് നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ഓരോ ദിവസവും ഓരോ ദിവസവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്നെ അനുഗ്രഹിച്ചുയർത്തുന്നതിനെ നന്ദി പറയുന്നു. എന്നെ അനുഗ്രഹിച്ചുയർത്തുന്നതിന് നന്ദി പറയുന്നു. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും എന്നെ അനുഗ്രഹിച്ചുയർത്തുന്നതിന് എന്നെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ആരോട് പറഞ്ഞാലും ആരോട് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ നന്ദി പറയുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നതിന് നന്ദി പറയുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. സന്തോഷമുള്ള വ്യക്തിയാകുന്നു. സന്തോഷമുള്ള വ്യക്തിയാകുന്നു. സമാധാനമുള്ള വ്യക്തിയാകുന്നു. സമാധാനമുള്ള വ്യക്തിയാകുന്നു. ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ശാന്തതയുള്ള വ്യക്തിയാകുന്നു. സുരക്ഷിതനായ വ്യക്തിയാകുന്നു. സുരക്ഷിതനായ വ്യക്തിയാകുന്നു. ആത്മവിശ്വാസമുള്ള വ്യക്തിയാകുന്നു. ആത്മവിശ്വാസമുള്ള വ്യക്തിയാകുന്നു. ധൈര്യമുള്ള വ്യക്തിയാകുന്നു. ധൈര്യമുള്ള വ്യക്തിയാകുന്നു. വിജയശ്രീലാളിതനായ വ്യക്തിയാകുന്നു. ശ്രീലാളിതനായ വ്യക്തിയാകുന്നു. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 25-ാം തിരുവചനം, ഞാൻ അബ്രാഹത്തിന്റെ ദൈവമാകുന്നു, ഞാൻ ഇസഹാക്കിന്റെ ദൈവമാകുന്നു, യാക്കോബിന്റെ ദൈവമാകുന്നു, ഞാൻ ജീവിക്കുന്നവരുടെ ദൈവമാകുന്നു, മരിച്ചവരുടെയല്ല. വിശുദ്ധ ഗ്രന്ഥം സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്, ഞാൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഞാൻ തന്നെയാകുന്നു.
ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ തന്നെയാകുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ എന്ന് പറയും, ഞാൻ തന്നെയാകുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പഴയവർ പഠിച്ചതായിരിക്കാം, എങ്കിൽ തന്നെയും ഒന്നും കൂടി മനസ്സിലാക്കുക. നമ്മൾ കൂടുതലായിട്ട് റിപ്പീറ്റേഷൻ ഈസ് എ സീക്രട്ട്. റിപ്പീറ്റേഷൻ ഈസ് എ സീക്രട്ട് ഓഫ് ദ മാസ്റ്ററി. അതാണ് ഒരു വചനം. നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥനയുടെ രഹസ്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ റിപ്പീറ്റേഷൻ ഈസ് ദ സീക്രട്ട് ഓഫ് മാസ്റ്ററി. ഏതിൻ്റെയും വലിയ ഈ ഔന്നത്യം നമ്മൾ പ്രാപിക്കുന്നത് അത് ആവർത്തിച്ച് മനസ്സിലാക്കുമ്പോഴാണ്. കൂടുതൽ ഉൾക്കാഴ്ച നമുക്ക് കിട്ടുക. ഞാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിച്ചവർക്ക് മനസ്സിലാക്കി തരാമെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ലതാണ്. നിങ്ങൾ ഓർക്കണ്ട, എന്താണ് ദൈവത്തിൻ്റെ നിർവചനം? ആകുന്നവൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാം. ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഞാൻ വീണ്ടും കടക്കാം അതിലേക്ക് തന്നെ. എന്താന്ന് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ വിശ്വസിക്കുന്നത് ഞാനാകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഞാനാകുന്നു. ഓക്കെ, തീർച്ചയായും കറക്റ്റ്. വളരെ ഐ റിയലി അപ്രീഷിയേറ്റ്. എന്തായാലും ഓർത്തിരിക്കണ്ടല്ലോ, അത് വളരെ വലിയൊരു രഹസ്യമാണ്. ഇന്നത്തെ സിറ്റുവേഷന്റെ ദൈവമാണ് ഞാനാകുന്നു എന്ന് പറയുമ്പോഴേ പ്രസന്റ്, ഇപ്പോൾ ഉള്ളവൻ, ഇന്ന്. അതായത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാകുന്നു, അത് ദൈവത്തെ കുറിച്ചിട്ടുള്ള ഒരു നിർവചനമാണ്. ദൈവത്തെ കുറിച്ചിട്ടുള്ള മോശയ്ക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തിയത് ഞാൻ തന്നെ. എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യം, വളരെ പ്രാധാന്യം എന്ന് പറയുന്നത്? നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിലെ മതങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറൽ റിലീജിയൻ എന്നാണ് അറിയപ്പെടുക. നാച്ചുറൽ റിലീജിയൻ, അതായത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ജനത. അതുകൊണ്ടാണ് ഒരു ജീവിതകാലം മുഴുവനും മലമുകളിൽ ചെന്നിരുന്ന്, ഗുഹകളിൽ ചെന്നിരുന്ന്, ഒരു പുരുഷായുസ് മുഴുവനും ഏകാന്തതയിൽ ലയിച്ച് ചോദിക്കുകയാണ്, ഹൂ ആം ഐ? ഞാൻ ആരാണ് എന്നൊരു ചോദ്യം. എന്നെ തന്നെ കണ്ടെത്തുക. അതാണ് എല്ലാ തത്വശാസ്ത്രവും ആരംഭിക്കുന്നത് ഈ ചോദ്യത്തിൽ നിന്നാണ്. വാട്ട് ഈസ് ദിസ് മീ? ഹൂ ആം ഐ? 100 years before where I was, after 100 years where I will be, and what is this me? And this is a pertinent question. ഇതൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ ചോദ്യത്തിനാണ് വിശുദ്ധ ഗ്രന്ഥം വളരെ സിമ്പിളായിട്ട് വെളിപ്പെടുത്തുന്നത്. ദൈവം പറയുകയാണ്, എന്താണ് ഈ ഞാൻ എന്ന് പറയുന്നത്? അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ റിവീൽഡ് റിലീജിയൻ. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് മൈ ബിലീഫ്. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസം തന്നെയാണ്. ഐ ആം, ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൈ ബിലീഫ്. ഞാൻ എന്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആന്തരികമായ പരിവർത്തനം എന്ന് പറയുന്നത് ഈ ഞാൻ എന്ന വാക്കിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തി എന്താണ് ഞാൻ സ്നേഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഞാൻ സ്നേഹമായി. ഐ ആം ലവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ലവിങ്. ഞാൻ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹമായി. ഞാൻ സന്തോഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഞാൻ സന്തോഷമാണെന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷമായി. ഞാൻ വിജയിയായ ഒരു വ്യക്തിയാകുന്നു എന്നോട് തന്നെ പറയണം, അപ്പോഴാണ് അത് സംഭവിക്കുക. ഞാൻ വിജയമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയും. ഐ ആം വിക്ടോറിയസ്. ഞാൻ വിജയമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാൽ
നമ്മുടെ ജീവിതം മുഴുവനും വിജയത്തിന്റെ ഒരു ജീവിതമാണ്. ഇപ്പൊ സാമ്പത്തികമായ മേഖലയിൽ അതുകൊണ്ടാണ് ഈ സമൃദ്ധിയുടെ ജപമാല ചെല്ലാൻ പറയുന്നത്. ഞാൻ സമൃദ്ധിയുള്ള വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിച്ച് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതം ഒരു സമൃദ്ധിയുടെ ജീവിതമായിട്ട് മാറുകയാണ്. ഞാൻ ഒരു സുരക്ഷിതനാണ്, യേശു ക്രിസ്തുവിൽ ഞാൻ സുരക്ഷിതനാണ്. ഐ ആം വാക്സിനേറ്റഡ്. ഞാൻ യേശു ക്രിസ്തുവിൽ സുരക്ഷിതനാണെന്ന് ഞാൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ യേശു ക്രിസ്തുവിൽ സുരക്ഷിതൻ തന്നെയാണ്. അതാണ് എൻ്റെ വിശ്വാസം. അത് ആഴമേറിയ വിശ്വാസമാണ്. ഐ ആം വാക്സിനേറ്റഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്. അതുകൊണ്ടാണ് ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് 99% നമുക്ക് വിശ്വാസമുണ്ട്. ഒരു ചെറിയ പൊടി, പക്ഷെ അതിന് വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് 100%. ഒരു സംശയം ഉണ്ടെങ്കിൽ അപ്പൊ അത് നമ്മൾ തീർക്കണം, മാറ്റണം. അതുകൊണ്ടാണ് നമ്മൾ ഈ മോർണിംഗിലെ പ്രോസസ്, ഈ മെഡിറ്റേഷനൊക്കെ നടത്തി നമ്മുടെ തലയിലുള്ളിലേക്ക് കയറ്റുകയാണ്. ഐ ആം വാക്സിനേറ്റഡ്, ഐ ആം സക്സസ്ഫുൾ, ഐ ആം ലവിങ്, ഐ ആം ജോയ്ഫുൾ, ഐ ആം ബ്ലസ്ഡ്. അങ്ങനെ നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തെ പരിവർത്തനം നടത്തുകയാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിവർത്തനം നടത്തുകയാണ്. എന്ത് പറഞ്ഞിട്ട്? നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്നത് എൻ്റെ വിശ്വാസമാണ് എന്നെ പരിവർത്തനപ്പെടുത്തുന്നത്. ഞാൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞാൽ സുരക്ഷിതനാണ്. ഒരു വ്യക്തി നമ്മോട് തന്നെ ഉറച്ച വിശ്വാസത്തിലെ ഞാൻ ദീർഘായുസ്സുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വ്യക്തി ദീർഘായുസ്സുള്ള വ്യക്തിയായിട്ട് ജീവിക്കും എന്നുള്ളതാണ്. ഞാൻ സമ്പന്നനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി സമ്പന്നനാണ്. ഞാൻ സന്തോഷം, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, തൗസൻഡ്സ് ആൻഡ് തൗസൻഡ് ടൈം. ഞാൻ ഒരിക്കൽ നമ്മുടെ ഒരു ആത്മീയ പിതാവ് എനിക്ക് കുമ്പസാരിപ്പിക്കാൻ തന്നപ്പോൾ ഒരു വാക്ക് 1,00,000 പ്രാവശ്യം പറയിപ്പിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ആന്തരികമായ വിശ്വാസമായിട്ട് മാറണം. ഐ ആം അനോയിന്റഡ് വിത്ത് ദ ഫ്രൂട്ട്സ്, ഗിഫ്റ്റ്സ് ആൻഡ് കാരിസംസ്. ഞാനത് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ആത്മീയമായ ശുശ്രൂഷ ചെയ്യാനൊരു ധൈര്യം, കോൺഫിഡൻസ്. യെസ് ലോർഡ്, I am anointed with the fruits of the Holy Spirit. I am anointed. Yes, Lord, I am sweet. I am gentle. I am polite. I am loving. Yes, I am anointed with the gift of healing. I am anointed with the gift of miracle. അത് നമ്മോട് തന്നെ പറഞ്ഞ് നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് അത് മനസ്സിനെ കൊണ്ട് വിശ്വസിപ്പിച്ച് അത് നമ്മുടെ വിശ്വാസമായിട്ട് മാറുന്നതിനെയാണ് അയാം വയാം എന്ന് പറയുന്നത്. മനസ്സിലായ? ക്ലിയറായ നിങ്ങൾക്കത്? മനസ്സിലായി. ഇതൊരു വലിയൊരു സത്യമാണ്. ഇറ്റ് ഈസ്, നമ്മൾ പറയില്ലേ, ആർക്കമിഡീസ് ഒരു ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓടിപ്പോയി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയൊരു എന്നെ സംബന്ധിച്ച് വലിയൊരു സംഭവമായിരുന്നു. ഞാൻ ഈ ഉൾക്കാഴ്ച മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കാണ് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റാതിരിക്കുക? പറഞ്ഞാൽ മതിയില്ലേ? ആ വാക്കുകൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ വലിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് ഞാൻ അതിനെ അയാം ഹുവയ. അതേക്കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡെഫിനിഷൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് കാണും, അയാം എന്ന് പറഞ്ഞിട്ട് കാണും. അങ്ങനെ പല രീതിയിൽ അത് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതൊന്ന് അടിച്ചാൽ മതി. ഫാദർ സെക്കൻഡ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ അത് ക്ലിയറാണ്. നമുക്ക് മെഡിറ്റേഷനിലേക്ക് കിടക്കാം. ഇതൊരു ചെറിയ സംഭവമായിട്ട് നിങ്ങൾ കരുതരുത്. അയാം എന്നുള്ളത് ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അത് ദൈവത്തിനെ കുറിച്ചിട്ട് ദൈവം വെളിപ്പെടുത്തുന്നതാണ്. അത് ഒരാൾക്കും ഇത്രയും ഇതായിട്ട് ഞാൻ അങ്ങനെ ഈ തിയോളജി പഠിക്കുമ്പോഴും വളരെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതിങ്ങനെ ഇറ്റേണൽ പ്രസന്റ് അത് നിന്നൊക്കെ ഇങ്ങനെ കുറേ പറയുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ഉൾക്കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ഒരു കണ്ടുപിടുത്തമായിട്ടാണ്. ഈ ദൈവികമായ ജ്ഞാനത്തിലാണ് ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് ചെയ്യാൻ പോയതാണെങ്കിൽ അതൊക്കെ ഇട്ടറിഞ്ഞ് ഐ ടോൾഡ് മൈസെൽഫ്, ലോർഡ് യു ഹാവ് ഗിവൺ മീ മൈ ഡോക്ടറേറ്റ്.
കർത്താവെ, നീ നൽകിയ ജ്ഞാനമാണ് എൻ്റെ വലിയ ഡോക്ടറേറ്റ്. അത് വിട്ടിട്ടാണ് ഞാൻ ഈ ധ്യാന ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്നത്. കാര്യം പിടികിട്ടി. ഇതാണ് ലൈഫ് മാറ്റുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ആ 1,00,000 പ്രാവശ്യമൊക്കെ രോഗികളോട് ഐ ആം ഹീൽഡ്, ഐ ആം ഹീൽഡ്. അതുകൊണ്ടാണ് സാമ്പത്തികമായ മേഖലയിൽ ബുദ്ധിമുട്ടുന്നവർ, ഇറ്റ് ഈസ് എ ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടിയാണ്. ഐ റിസീവ്. കർത്താവെ, നിന്റെ സമൃദ്ധി സമൃദ്ധമായി നൽകുന്നതിന് നന്ദി പറയുന്നു. ഐ ആം റിച്ച്, മണി ഈസ് കമ്മിങ്. നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ എന്തുണ്ടാവും? സമ്പത്ത് നമ്മിലേക്ക് വരും. വിശ്വസിക്കുക. ഈശോ പഠിപ്പിച്ചതാണ്. വിശ്വാസം വഴി രക്ഷ പ്രാപിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളൊന്നും പറയരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏകാന്ത ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ധ്യാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഈ വിശ്വാസം നമ്മുടെ മനസ്സിനെ കൊണ്ട് നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ പതിപ്പിക്കുകയാണ്. അതാണ് ഈ ട്രാൻസിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം തന്നെ. നമ്മുടെ മൈൻഡിൽ ഒരു ഫിൽട്ടറിങ് ഉണ്ട്, കോൺഷ്യസ് മൈൻഡിൽ. അപ്പോൾ നമ്മൾ ഈ മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ ആ ഫിൽട്ടറിങ് എടുത്ത് മാറ്റും. അത് നേരെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇംപ്രിൻറ്റ് ചെയ്യുക. ഇതിനാണ് നമ്മൾ മെഡിറ്റേഷൻ നടത്തുന്നത്. നമുക്ക് ശാന്തമായ മെഡിറ്റേഷനിലേക്ക് കടക്കാം. സിറ്റ് സ്ട്രൈറ്റ്. നട്ടെല്ല് നിവർന്നിരിക്കുക. ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. സിറ്റ് സ്ട്രൈറ്റ്. നെക്ക് ഈസ് സ്ട്രൈറ്റ്. ഹെഡ് ഈസ് ലിറ്റിൽ അപ്പ്. Eyes are closed. Hands are on your thighs. Slowly breathe in and breathe out. 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 സാവധാന ശ്വാസോച്ഛ്വാസം എടുക്കുക. അത് കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക. Slowly breathe out. Slowly breathe in. Hold it. Breathe out. Slowly breathe in. Hold it. Slowly breathe out. Your mind is settled. Mind is focused. മനസ്സിനെ ഏകാഗ്രമാക്കി ശാന്തമാക്കുക. ഈശോയെ നമ്മുടെ മനോമുഖരത്തിലേക്ക് കൊണ്ടുവരിക. ഈശോയെ നമ്മുടെ മനോമുഖരത്തിലേക്ക് കൊണ്ടുവരിക. ഈശോയെ നമ്മുടെ മനോമുഖരത്തിലേക്ക് കൊണ്ടുവരിക. ഉത്ഥാനം ചെയ്ത ഈശോയെ കൊണ്ടുവരിക. ആത്മാവായ ഈശോയെ ഉത്ഥാനം ചെയ്ത് the spirit body of Jesus, ആത്മാവായ ഈശോ, spirit body.
അത് ഈ ഒരു 5 ഫീറ്റ് അകലത്തിൽ, 5 അടി അകലത്തിൽ നിൽക്കുന്നതായിട്ട് കാണുക. പ്രകാശദീപ്തമായ ഈശോയുടെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈശോയുടെ ശിരസ്, ഈശോയുടെ തലമുടി, ഈശോയുടെ നെറ്റി, ഈശോയുടെ കൺപുരികം, ഈശോയുടെ കണ്ണ്, ഈശോയുടെ കൺപീലികൾ, ഈശോയുടെ ദീപ്തമായ മുഖം, പ്രകാശപൂർണമായ മുഖം, സ്നേഹം നിറഞ്ഞ, കരുണ നിറഞ്ഞ ഈശോയുടെ മുഖം, ഈശോയുടെ ചുണ്ടുകൾ, താടി, മീശ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണുക. ഈശോയുടെ മുടി, വെള്ള വസ്ത്രം, വെള്ള വസ്ത്രം, ഈശോയുടെ കൈയും കാലും ഒക്കെ ഒന്ന് കണ്ട് വളരെ വ്യക്തമായിട്ട് ഈശോയെ കാണുക. പ്രകാശപൂർണമായ ഈശോ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വലിയ നല്ല പ്രകാശം, സ്വർണ്ണ പ്രകാശം വരുന്നതായിട്ട് കാണുക. ഓരോ ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോൾ ഈശോയുടെ ദിവ്യാത്മാവിനാൽ നിറയുക. ശ്വാസം വിട്ടുകളയുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഭയങ്ങൾ, ഉത്കണ്ഠകൾ, ആദികൾ എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. Slowly breathe in and breathe out. ശിരസിന്റെ മുകൾ ഭാഗം മനസ്സിലേക്ക് കൊണ്ടുവരിക. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. നെറ്റിയുടെ ഭാഗം മനസ്സിലേക്ക് കൊണ്ടുവരിക. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോന്നോരോന്നായി മനസ്സിലേക്ക് കൊണ്ടുവന്ന് വിശ്രമം കൊടുത്ത് മറന്നു കളയുക. ശിരസ് മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. ശിരസ് മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. ശിരസിൻ്റെ മുകൾ ഭാഗം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവന്ന് റിലാക്സ്. എല്ലാ ടെൻഷനുകളും വിട്ടുപോകട്ടെ. റിലാക്സ്, forget it. Forehead, see it in your mind, relax and forget it. Your face, see it in your mind, relax and forget it.
All the stress and tension, relax and forget it. Your throat, neck, കഴുത്തിന്റെ ഭാഗം, തൊണ്ടയുടെ ഭാഗം മനസ്സിലേക്ക് കൊണ്ടൊരു വിശ്രമം കൊടുക്കുക. The shoulder, നമ്മുടെ തോളിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. The wave of relaxation coming to your right hand. Feel it. The wave of relaxation coming to your right hand. Muscles, joint, wrist, fingers are relaxed. Your right hand muscles, joint, wrist, fingers are relaxed. Your left hand muscles, joint, wrist, fingers are relaxed. Both your hands are relaxed. Both your hands are relaxed. Your chest is relaxed. Your chest is relaxed. Stomach is relaxed. Your chest is relaxed. Your back, your spine, നട്ടെല്ലിന്റെ ഭാഗം മനസ്സിലേക്ക് കൊണ്ടുവരിക, വിശ്രമം കൊടുക്കുക. പുറത്തെ മസിലുകൾ വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. അരക്കെട്ടിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. വലത് കാല്, കാലിന്റെ തുടയുടെ ഭാഗം, കാൽമുട്ടുകൾ, കണങ്കാൽ, കാൽപാദങ്ങൾ വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ഇടത്തെ കാല്, മസില്, കാൽമുട്ടുകൾ വിശ്രമം കൊടുക്കുക, കാൽപാദം, കണങ്കാൽ, കാൽപാദങ്ങൾ വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ശരീരത്തിന്റെ ഒരറ്റം മുതൽ കാൽപാദം വരെ, ശിരസ് മുതൽ കാൽപാദം വരെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ശാന്തതയുടെ ആത്മാവ് പ്രവേശിച്ച് ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലാകട്ടെ. കൂടുതൽ കൂടുതൽ ഓരോ ശ്വാസം എടുക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങട്ടെ. ഇനി ഞാൻ 10 മുതൽ 1 വരെ എണ്ണുകയാണ്. നമ്മളൊരു ലിഫ്റ്റിൽ നിന്ന് താഴോട്ട് പോകുന്നതായിട്ട് ഭാവനയിൽ കാണുക. ഓരോ പ്രാവശ്യവും താഴോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക്, ഭൂമിയുടെ ആഴത്തിലേക്ക്, നമ്മൾ സമതലമായ സ്ഥലത്ത് നിന്ന് ഭൂമിയുടെ ആഴത്തിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക. അത് അനുഭൂതിയിലാകുക. കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങട്ടെ. നമ്മളൊരു ലിഫ്റ്റിൽ നിൽക്കുന്നതായിട്ട് കാണുക. ലിഫ്റ്റ് ഭൂമിയുടെ അടിയിലേക്ക് ഒരു കിണറിൻ്റെ ഉള്ളിലൂടെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക. സ്വിച്ച് ഓൺ ദ ലിഫ്റ്റ്. Feel it. Switch on the lift. Switch is on. It started to move. 10. Deeper. Deeper. Relax. കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങട്ടെ, വിശ്രമത്തിലേക്ക് നീങ്ങട്ടെ. 9. Deep. 8. Deep, deep, deeper relax. 7, 6, 5. Deeper, deeper relax. 4, 3, 2, 1. Deeper relax. Deeper relax. Completely relax. കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് നീങ്ങട്ടെ. എൻ്റെ മനസ്സ് മുഴുവനും ശാന്തമായിരിക്കും. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു.
ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. എൻ്റെ മുഖം പ്രസന്നമായിരിക്കുന്നു. I am always joyful. I am always joyful. I am always joyful. Today is an exciting day. ഈ ദിവസം ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. നന്മയായ മഹത്തായ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. I expect great surprises, great blessing. Today I expect great surprise. Yes, Lord, thank you, thank you, thank you, Lord. I expect great blessings are coming today. Great and glorious blessings are coming. വലിയ അനുഗ്രഹം എന്നിലേക്ക് വരുന്നു. വലിയ സന്തോഷം എന്നിലേക്ക് വരുന്നു. വലിയ അനുഗ്രഹം എന്നിലേക്ക് വരുന്നു. വലിയ സന്തോഷം എന്നിലേക്ക് വരുന്നു. ഞാൻ സമ്പൂർണമായി ആരോഗ്യമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമ്പൂർണമായ ആരോഗ്യവും ശക്തിയും ദീർഘായുസ്സുമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമ്പൂർണമായ ആരോഗ്യവും സൗഖ്യവും ശക്തിയുമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമ്പൂർണമായ ആരോഗ്യവും സൗഖ്യവും ശക്തിയുമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമ്പൂർണമായ ആരോഗ്യവും സൗഖ്യവും ശക്തിയുമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തമായ വ്യക്തിയാകുന്നു. സന്തോഷമുള്ള വ്യക്തിയാകുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. ഈശോയുടെ രക്തത്തിൽ ഞാൻ വാക്സിനേഷൻ എടുത്തിരിക്കുന്നു. ഈശോയുടെ രക്തത്താൽ ഞാൻ വാക്സിനേഷൻ എടുത്തിരിക്കുന്നു. ഈശോയുടെ രക്തത്താൽ ഞാൻ വാക്സിനേഷൻ എടുത്തിരിക്കുന്നു. ഈശോയുടെ രക്തത്തിൽ 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 ഞാൻ വാക്സിനേഷൻ എടുത്തിരിക്കുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. ഞാൻ അനുഗ്രഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ അനുഗ്രഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ അനുഗ്രഹമുള്ള വ്യക്തിയാകുന്നു.
ഞാൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. സമൃദ്ധി സമൃദ്ധമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. സമൃദ്ധി സമൃദ്ധമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. സമൃദ്ധി സമൃദ്ധമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. സമൃദ്ധി സമൃദ്ധമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈശോയെ നന്ദി. ഈശോയെ, ഞാൻ സമ്പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാകും. ഞാൻ ശാന്തനായ വ്യക്തിയാകുന്നു. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. എവിടെ പോയാലും എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. എവിടെ പോയാലും ഞാൻ എല്ലാവരും എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. എവിടെ പോയാലും എല്ലാവരും എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ജ്ഞാനമുള്ള വ്യക്തിയാകുന്നു. ജ്ഞാനമുള്ള വ്യക്തിയാകുന്നു. ജ്ഞാനമുള്ള വ്യക്തിയാകുന്നു. കർത്താവിൻ്റെ സംരക്ഷണം എൻ്റെ മേലുണ്ട്. നമ്മൾ 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 5 എണ്ണുമ്പോൾ സാവധാനം ഉണർവിലേക്ക് വരുന്നു. കർത്താവേ, ഐ വെൽക്കം ദിസ് ഡേ. ഐ വെൽക്കം ദിസ് ഡേ. ദിസ് ഡേ ഈസ് ദ ലോർഡ്സ് ഡേ. Today is an exciting day, joyful day, blessed day. Only good things are coming. Great things are coming. Yes, Lord. ഇന്നത്തെ ദിവസം great surprises are coming. Great blessings are coming. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് കടന്നു വരുന്നു. I bless my children. I bless my family. Visualize the Spirit of Jesus coming upon our children. I love and bless my children. I love and bless my children. എൻ്റെ മക്കൾ അനുസരണമുള്ളവരാണ്. എൻ്റെ മക്കൾ അനുസരണമുള്ളവരാണ്. എൻ്റെ മക്കൾ വിജയശ്രീലാളിതരാകുന്നു. The Spirit of Jesus coming. ദൈവഭക്തി, ദൈവഭയം, ആഴമേറിയ വിശ്വാസം എൻ്റെ മക്കളിൽ നിറച്ചതിന് നന്ദി പറയുന്നു. ദൈവഭക്തി, ദൈവഭയം, ആഴമേറിയ വിശ്വാസം എൻ്റെ മക്കളിൽ നിറച്ചതിന് നന്ദി പറയുന്നു. ദൈവഭക്തി, ദൈവഭയം, ആഴമേറിയ വിശ്വാസം നിറച്ച് നന്ദി പറയുന്നു. എൻ്റെ മക്കൾ വിജയശ്രീലാളിതരാകുന്നു. എൻ്റെ ജോലി അനുഗ്രഹമാകുന്നു. എൻ്റെ ജോലി അനുഗ്രഹമാകുന്നു.
എൻ്റെ ജീവിതത്തിലേക്ക് നല്ലതായ വ്യക്തികൾ മാത്രം കടന്നു വരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് നല്ലതായ വ്യക്തികൾ മാത്രം കടന്നു വരുന്നു. ഈശോയുടെ നാമത്തിൽ ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നന്മയായ കാര്യങ്ങൾ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു. ആരോട് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നു. ഞാൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്, സമ്പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ്. പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളും എല്ലാം നോർമലാകുന്നു. എൻ്റെ ഷുഗർ നോർമലാണ്, എൻ്റെ പ്രഷർ നോർമലാണ്. I am always having perfectly healthy life. എനിക്ക് ഓരോ ദിവസവും രാത്രി നല്ല ഉറക്കം ലഭിക്കുന്നു. I get a deep sound sleep. I have a beautiful life. My life is a celebration. കർത്താവേ, നിന്റെ ആത്മാവിനെ ലോകം മുഴുവൻ്റെ മേലും അയക്കണമേ. എല്ലാ രാഷ്ട്രീയക്കാരും ഈശോയെ സ്വീകരിക്കട്ടെ, ഈശോയുടെ ആത്മാവിനെ സ്വീകരിക്കട്ടെ, ഈശോയെ സ്വീകരിക്കട്ടെ. Receive Jesus, receive Jesus, receive Jesus. ഇനി നമ്മൾ 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 5 എണ്ണുമ്പോൾ സാവധാനം കണ്ണുകൾ തുറക്കുകയാണ്. 1, 2, 3. 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 5 എണ്ണുമ്പോൾ സാവധാനം കണ്ണുകൾ തുറക്കുകയാണ്. പൂർണ്ണ ഉണർവോടുകൂടി ആത്മവിശ്വാസമുള്ള വ്യക്തിയായി I am confident. I am confident. I am confident. ഞാൻ പൂർണ്ണ ആത്മവിശ്വാസമുള്ള വ്യക്തിയായി, സന്തോഷമുള്ള വ്യക്തിയായി, സ്നേഹമുള്ള വ്യക്തിയായി ഉണർവിലേക്ക് വരുന്നു. 1, 2, 3, 5 എണ്ണുമ്പോൾ സാവധാനം ഉണർവിലേക്ക് വരികയാണ്. 4, 5. Slowly open your eyes, feel fresh, wide awake. 4, 5. Open your eyes, കണ്ണുകൾ തുറക്കുക. കൈ ചൂടാക്കി സാവധാനം മുഖമൊക്കെ ഒന്ന് ചൂടാക്കി. കർത്താവേ, ഐ വെൽക്കം ദിസ് ഡേ. ഈ ദിവസം വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാണ്, വലിയ ആനന്ദത്തിന്റെ. ഈശോയെ നന്ദി കർത്താവേ, ഈശോയെ നന്ദി. ആമേൻ. Slowly open your eyes, feel fresh. Okay, good morning. Good morning, Acha. Okay, good morning. Very nice. ദൈവാനുഗ്രഹിക്കാൻ ഈ ഒരു പ്രത്യേക നിയോഗം നിങ്ങൾക്ക് തരികയാണ്. എനിക്കിന്ന് ഒരു വലിയൊരു പ്രോഗ്രാം ഉണ്ട്. വലിയ പ്രോഗ്രാം എന്ന് വെച്ചാൽ ആൾക്കാർ അത്ര ഇതിൻ്റെ അല്ല, ഒരു വലിയ ഒരു ശുശ്രൂഷയുണ്ട്. അത് കോയമ്പത്തൂരാണ്. അപ്പോൾ അത് പ്രത്യേകം നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഒരു പ്രത്യേക നിയോഗം വെച്ചിട്ട് അതിൻ്റെ നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛാ, എന്തോ? ഞാൻ റിലീനയാണേ. ആരാ? റിലീനയാണ്, റിലീന. റെലീന. ഓക്കെ ഓക്കെ. ഞാനൊരു മെസ്സേജ് അയച്ചായിരുന്നു, അച്ഛൻ കണ്ടില്ല. ഞാനത് അച്ഛൻ പറയാം. എന്താ, ഞങ്ങളുടെ മോന്, ഇളയ മോന് 6 വയസ്സാകുന്നേ ഉള്ളൂ. കേക്കാവോ അച്ഛാ? ഞാൻ മൊബൈലിലേക്ക് വിളിച്ചാൽ മതി. അപ്പൊ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ തന്നെ വിളിച്ചോ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. നാളെ രാവിലെ നമ്മൾ കണ്ടുമുട്ടുന്നു കേട്ടോ. രാവിലെ കാണാം. ഓക്കെ.